ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ ട്രക്കിങ്ങിനിടെയുണ്ടായ അപകടത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം 2ആയി. പാലക്കാട് ചെറുപ്പളശ്ശേരി സ്വദേശിനി വി.കെ. സിന്ധുവാണ് മരിച്ചത്. ഇതോടെ ട്രക്കിങ്ങിനിടെ മരിച്ച മലയാളികളുടെ എണ്ണം 2ആയി. തിരുവനന്തപുരം സ്വദേശിനിയും ബംഗളൂരു ജക്കൂരിൽ താമസിക്കുന്ന ആശാ സുധാകരനാണ് മരിച്ച മറ്റൊരു മലയാളി. ഡൽഹിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് 45-കാരിയായ സിന്ധു. ട്രക്കിങ്ങിന് പോയ 22-അംഗ സംഘത്തിൽ 9 പേരും മരിച്ചതായാണ് റിപ്പോർട്ട്. മോശം കാലാവസ്ഥയെ തുടർന്ന് സംഘത്തിലുണ്ടായിരുന്നവർ വഴിതെറ്റുകയായിരുന്നു. 4 പേരുടെ മൃതദേഹങ്ങൾ ഉത്തരകാശിയിൽ നിന്നാണ് കണ്ടെത്തിയത്. സംഘത്തിലുണ്ടായിരുന്ന ആശയുടെ ഭർത്താവ് എസ്. സുധാകർ, മലയാളിയായ ഷീന ലക്ഷ്മി എന്നിവരും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ സേനയും പ്രാദേശിക സംഘങ്ങളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. കർണാടകയിൽ നിന്നുള്ള 18 അംഗങ്ങളും മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരാളും ഉത്തരകാശിയിൽ നിന്നുള്ള 3 ഗൈഡുകളും അടങ്ങുന്നതായിരുന്നു സംഘം. 4400 മീറ്റർ ഉയരത്തിലുള്ള സഹസ്ത്ര തടാക പരിസരത്തേക്കുള്ള ട്രക്കിംഗ് മെയ് 29-നാണ് ആരംഭിച്ചത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ട്രക്കിംഗ് ഏജൻസിയായ ഹിമാലയൻ വ്യൂ ട്രാക്കിംഗ് ഏജൻസി, മനേരി എന്നിവരാണ് ട്രക്കിങ്ങുകാരെ സഹസ്ത്രതാലിലേക്ക് കൊണ്ടുപോയത്. സഹസ്ത്ര തടാക പരിസരത്തെ ബേസ് ക്യാമ്പിൽ തങ്ങി സംഘം തിങ്കളാഴ്ച തിരികെ മടങ്ങിയെത്തുന്നതിനിടെ മഞ്ഞുവീഴ്ചയും കൊടുങ്കാറ്റുമുണ്ടായതോടെയാണ് അപകടമുണ്ടായത്. 30 വയസ്സ് മുതൽ 70 വയസ്സ് വരെ പ്രായമുള്ളവർ സംഘത്തിലുണ്ടായിരുന്നു. മുൻപ് ട്രക്കിംഗ് നടത്തി പരിചയമുള്ളവരായിരുന്നു സംഘത്തിലെ പലരും. ഉത്തരകാശി, ഗൻസാലി, തെഹ്രി ഭാഗങ്ങളിൽ നിന്നുള്ള പ്രാദേശിക സംഘങ്ങളെയും രക്ഷാപ്രവർത്തനത്തിന് നിയോഗിച്ചിരുന്നു. ഏകദേശം 4400 മീറ്റർ ഉയരത്തിലാണ് സഹസ്ത്ര താൽ സ്ഥിതി ചെയ്യുന്നത്. ഉത്തരകാശി, തെഹ്രി ജില്ലകളുടെ അതിർത്തി പ്രദേശമാണിത്. ഒരു കൊടുമുടിയിലെ 7 തടാകങ്ങളുടെ കൂട്ടമാണ് സഹസ്ത്ര താൽ. പാണ്ഡവർ സ്വർഗത്തിലേക്ക് പോയതെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണിത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.